ആ കുടിലിൻ്റെ സ്ഥാനത്ത് ഇത്രയും വലിയ മണിമാളിക കണ്ട താൻ അവിടെ അമ്പരന്ന് നിന്നുപോയി. ആ സമയം തന്നെ കണ്ട ആ വീട്ടിലെ ഇളയ കുട്ടി തന്നെ അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. അകത്ത് ചെന്നപ്പോൾ ആ വീട്ടിലെ സ്ത്രീ തന്നെ സന്തോഷത്തോടെ സൽക്കരിക്കുകയും മധുരപലഹാരങ്ങളൊക്കെ നൽകുകയും ചെയ്തു. ആ കുടുംബത്തിലെ എല്ലാവരുടെയും വേഷവിധാനങ്ങളൊക്കെ ആകെ മാറിയിരുന്നു. ശരീരമാസകലം സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് തിളക്കമാർന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ് അവർ ഓരോരുത്തരും നിൽക്കുന്നത് കണ്ട് ഞാൻ അമ്പരന്ന് നിന്നുപോയി. എന്നാൽ ഇത്ര വേഗത്തിൽ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യത്തിന് അവരാരും തനിക്ക് മറുപടി നൽകിയില്ല. അത് തങ്ങൾക്ക് പറയാനാകില്ല എന്നും അത് അവരുടെ സ്വകാര്യതയാണെന്നും അവർ തന്നോട് പറഞ്ഞു. മാത്രമല്ല, താൻ അവിടെ നിന്നും മടങ്ങുമ്പോൾ തൻ്റെ കയ്യിൽ ഈ 2 സ്വർണ്ണ നാണയങ്ങൾ വെച്ച് തന്നിട്ട് ഇത് നമ്മുടെ കുടിലിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി ഉപയോഗിക്കാൻ പറഞ്ഞുവെന്നും ഗോമതി കൊച്ചുകേളുവിനോട് വിവരിച്ചു. കൊച്ചുകേളുവിന് താൻ കേട്ട കാര്യങ്ങളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഗോമതിയുടെ കൈവശമുള്ള സ്വർണ്ണ നാണയങ്ങൾ ആ വാർത്തയ്ക്ക് വിശ്വാസ്യത വർദ്ധിപ്പിച്ചു. ഗോമതി പറഞ്ഞത് സത്യമാണെങ്കിൽ അവരുടെ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് പിന്നിലെ രഹസ്യം എങ്ങനെയും കണ്ടെത്തണം. കൊച്ചുകേളു മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ അടുത്ത ദിവസം കൊച്ചുകേളു പതിവ് പോലെ പണിക്ക് പോയപ്പോൾ ഗോമതി പറഞ്ഞ കാര്യങ്ങളെല്ലാം മറ്റു പണിക്കാരോട് ചർച്ച ചെയ്തു. എന്നാൽ ഇത് കേട്ട എല്ലാവരും യാതൊരു അത്ഭുതവും പ്രകടിപ്പിക്കാതെ അവരവരുടെ ജോലികളിൽ മുഴുകി. അവരുടെ ആ പ്രതികരണം കൊച്ചുകേളുവിനെ അമ്പരപ്പിച്ചു. ഇതെന്താ ആരും ഒന്നും പറയാത്തത്? കൊച്ചുകേളു അവരോട് ചോദിച്ചു. എന്നാൽ അവരാരും അതിനോട് തെല്ലും പ്രതികരിക്കാൻ താല്പര്യം കാണിച്ചില്ല. കൊച്ചുകേളു ഓരോരുത്തരോടും മാറി മാറി ചോദിക്കാൻ തുടങ്ങി. ഒടുവിൽ ഒരാൾ കൊച്ചുകേളുവിന് മറുപടി നൽകി. താങ്കൾ പറയുന്നത് പോലെ ആ കുടുംബം ഇത്ര വേഗത്തിൽ സമ്പന്നരായി എങ്കിൽ അവർ തീർച്ചയായും ആ ഗ്രാമത്തിൽ പോയിട്ടുണ്ടാകണം. ആ ഗ്രാമത്തിലേക്ക് ഇവിടെ നിന്ന് ആരും പോകാറില്ല. അവിടത്തേക്കുള്ള യാത്ര നമുക്ക് വിലക്കപ്പെട്ടതാണ്. ആ വീട്ടുകാർ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും ഇനി അവരോട് സഹകരിക്കുന്നതല്ല. നിങ്ങളും ഇനി അവരോട് സഹകരിക്കരുത്. എന്നാൽ ഇത് കേട്ട കൊച്ചുകേളുവിന് വീണ്ടും അതിശയം തോന്നി. എന്തുകൊണ്ടാണ് ആ ഗ്രാമം വിലക്കപ്പെട്ടതായത്? കൊച്ചുകേളുവിൻ്റെ ആ ചോദ്യത്തിന് അയാൾ തക്കതായ ഒരു മറുപടി നൽകി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഗ്രാമം ഇങ്ങനെ ആയിരുന്നില്ല. ഇതൊരു നാട്ടുരാജ്യമായിരുന്നു, സമ്പന്നമായ ഒരു നാട്ടുരാജ്യം. മറ്റു പല നാട്ടുരാജ്യങ്ങളും ഈ രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധി കണ്ട് അസൂയപ്പെട്ടിരുന്നു. പല ആക്രമണങ്ങളെയും ചെറുത്തു തോൽപ്പിച്ചിട്ടുമുണ്ട് ഇവിടുത്തെ രാജപരമ്പര. എന്നാൽ ഒരിക്കൽ മറ്റൊരു വലിയ രാജ്യം ഈ രാജ്യത്തിന് നേരെ യുദ്ധം ആഹ്വാനം ചെയ്തു. അന്ന് ഇവിടം ഭരിച്ചിരുന്ന രാജാവിന് എതിരാളികൾ അത്ര നിസ്സാരക്കാരല്ല എന്ന് മനസ്സിലാവുകയും അദ്ദേഹം മറ്റ് നാട്ടുരാജ്യങ്ങളുടെ സഹായം തേടുകയും ചെയ്തു. എന്നാൽ അവരാരും തന്നെ അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറായില്ല. മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് സ്വപ്നം കണ്ട് അവർ നമ്മെ ആക്രമിക്കാൻ വന്ന രാജാവിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതോടെ ഇവിടുത്തെ രാജാവ് ആകെ മനപ്രയാസത്തിലായി. ഇനി എന്ത് ചെയ്യുമെന്നാലോചിച്ച് അദ്ദേഹം കൊട്ടാരത്തിലെ ഉദ്യാനത്തിലുള്ള ഒരു അശോകമരത്തിന് ചുവട്ടിൽ പോയിരുന്നു. ദുഃഖിതനും ക്ഷീണിതനുമായ രാജാവ് അവിടെ ഇരുന്ന് അല്പനേരം ഉറങ്ങിപ്പോയി. അപ്പോൾ അദ്ദേഹം ഒരു സ്വപ്നം കാണുകയുണ്ടായി. അങ്ങ് കിഴക്ക് ദിക്കിലെ ഒരു വനാന്തരത്തിൽ വിജനമായ ഒരു ഗ്രാമത്തിൽ വിളക്ക് വെക്കാതെ കാലങ്ങളായി കാട് മൂടിക്കിടക്കുന്ന ഒരു ദേവീ വിഗ്രഹത്തിന് മുന്നിൽ രാജാവ് അഭയം പ്രാപിക്കുന്നതായിട്ടായിരുന്നു ആ സ്വപ്നം. സ്വപ്നത്തിൽ നിന്നും ഉണർന്ന രാജാവ് ഒട്ടും ആലോചിച്ചു നിൽക്കാതെ തൻ്റെ കുതിരപ്പുറത്ത് കയറി കിഴക്ക് ദിക്കിലേക്ക് യാത്ര പുറപ്പെട്ടു. ഏതാനും ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ ആ വിജനമായ ഗ്രാമം അദ്ദേഹം കണ്ടെത്തി. സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ കാട് മൂടിക്കിടക്കുന്ന ഒരു വനദേവതയുടെ പ്രതിമ അദ്ദേഹം അവിടെ കണ്ടു. ഏറെ ഭക്തിയോടെയും ആദരവോടെയും അദ്ദേഹം ആ വനദേവതയ്ക്ക് മുന്നിൽ വിളക്ക് തെളിച്ച് തൻ്റെ രാജ്യത്തിൻ്റെ രക്ഷയ്ക്കായി പ്രാർത്ഥിച്ചു. പിന്നീട് അവിടെ നടന്നത് മഹാ അത്ഭുതമായിരുന്നു. അത്രയും കരുത്തരായ എതിരാളികളെ ഏതാനും ദിവസം കൊണ്ട് തന്നെ നമ്മുടെ രാജാവ് തച്ചു തകർത്തു. അത് സാധാരണ ഒരു യുദ്ധമായിരുന്നില്ല. ആ വനദേവതയുടെ ശക്തി കൊടുങ്കാറ്റ് പോലെ എതിരാളികൾക്ക് നേരെ ആഞ്ഞു വീശി കാട്ടുതീ പോലെ അവരെ ചുട്ടരിച്ചു. അങ്ങനെ വനദേവതയുടെ സഹായത്തോടെ നമ്മുടെ രാജാവ് ആ യുദ്ധം വിജയിച്ചു. എന്നാൽ ആ സന്തോഷം അധികകാലം ഇവിടെ നിലനിന്നില്ല. അതിശക്തമായ ഒരു പ്രളയം രാജ്യത്തെ വിഴുങ്ങി. കർഷകരുടെ കൃഷി നശിച്ചു, വീടുകൾ തകർന്നു വീണു, കൊട്ടാരം പോലും ആ പ്രളയത്തിൽ പാതി മുങ്ങി. ആ മഹാപ്രളയത്തെ അതിജീവിക്കാനും രാജാവ് വനദേവതയുടെ സഹായം തേടി. പ്രാർത്ഥന ഫലം കണ്ടു. ആ പ്രളയത്തിൽ നിന്നും രാജ്യം രക്ഷ പ്രാപിച്ചു. എന്നാൽ പ്രശ്നങ്ങൾ അതുകൊണ്ടും തീർന്നില്ല. പിന്നീട് ഈ രാജ്യം നേരിട്ടത് ഒരു കടുത്ത വേനലിനെ ആയിരുന്നു. ഇവിടുത്തെ മണ്ണ് വരണ്ടുണങ്ങി, പുഴകൾ വറ്റി. വരൾച്ചയിലാണ്ട ഗ്രാമത്തെ രക്ഷിക്കാനും രാജാവ് വനദേവതയെ ശരണം പ്രാപിച്ചു. ആ കുറിയും രാജാവിനെ വനദേവത കൈവെടിഞ്ഞില്ല.
എന്നാൽ അതിന് പിന്നാലെ മറ്റൊരു പ്രശ്നം രാജ്യത്തെ ബാധിച്ചു. ഒരു മഹാമാരി രാജ്യമാകമാനം വ്യാപിച്ചു. ആയിരക്കണക്കിന് ആളുകളെ അത് കൊന്നൊടുക്കി. എന്തിനു പറയാൻ, രാജാവിന് പോലും ആ രോഗബാധ ഏറ്റു. ഒടുവിൽ തൻ്റെ മരണക്കിടക്കയിൽ കിടന്ന് അദ്ദേഹം അവസാനമായി തൻ്റെ പ്രജകളോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ആരും ഇനി ഒരു സഹായവും ചോദിച്ച് ആ വനദേവതയ്ക്കരികിലേക്ക് പോകരുത്. അത് നിങ്ങളെ സഹായിക്കുമെങ്കിലും അതോടൊപ്പം നിങ്ങളുടെ കുലം തന്നെ ഇല്ലാതാക്കാനും വലിയ ഒരു ശാപവുമായിട്ടായിരിക്കും നിങ്ങളെ തിരിച്ചയക്കുക. രാജാവ് പറഞ്ഞതാണ് ശരിയെന്ന് എല്ലാവർക്കും മനസ്സിലായി. രാജാവിൻ്റെ മരണശേഷവും പലരും ആ വനദേവതയെ കണ്ട് പല ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ അവരൊക്കെയും രാജാവ് പറഞ്ഞതുപോലെ വലിയ ശാപങ്ങൾ പേറി നരകിച്ച് നശിക്കുന്ന കാഴ്ചയ്ക്ക് ഇവിടെയുള്ളവർ സാക്ഷ്യം വഹിച്ചു. ഇത്രയും പറഞ്ഞ് ഒരു ചെറിയ നിശ്വാസത്തോടെ അയാൾ കൊച്ചുകെളുവിനെ ഒന്ന് നോക്കി. അത് ശപിക്കപ്പെട്ട ഇടമാണ്. വനദേവതയുടെ ശാപം ഇന്നും നമ്മളെ വേട്ടയാടുന്നുണ്ട്. ഇനിയും പുതിയ ശാപങ്ങൾ കൂടി ഈ ഗ്രാമത്തിന് താങ്ങാൻ കഴിയില്ല. അവിടേക്ക് പോയാൽ അത് വലിയ വിപത്തിലേക്കാവും നമ്മെ കൊണ്ടെത്തിക്കുക. ഈ കഥയെല്ലാം കേട്ട കൊച്ചുകെളുവിന് വീണ്ടും ഒരു സംശയം കൂടി ഉടലെടുത്തു. ഇങ്ങനെയൊക്കെ ആയിട്ടും എന്തുകൊണ്ടാവും ആ വീട്ടുകാർ ആ ഗ്രാമത്തിലേക്ക് പോയത്? അതിനും അയാൾ കൊച്ചുകെളുവിന് ഒരു മറുപടി നൽകി. ആ വീട്ടുകാരും കൊച്ചുകെളുവിനെ പോലെ ഈ ഗ്രാമത്തിലേക്ക് പുറത്തു നിന്നും എത്തിച്ചേർന്നവരാണ്. അവർക്ക് ഇതേപ്പറ്റി അറിവില്ലായിരുന്നു. അതിനാലാവണം ആരിൽ നിന്നോ ഈ ഗ്രാമത്തെപ്പറ്റി അറിഞ്ഞപ്പോൾ അവർ ആഗ്രഹ സാഫല്യത്തിന് അവിടേക്ക് പോയത്. ഞങ്ങൾ ആരും തന്നെ ഇനി അവരോട് സഹകരിക്കില്ല. അവർക്ക് ഉണ്ടാകുന്ന ശാപം അവർ മാത്രം അനുഭവിക്കട്ടെ. ദയവ് ചെയ്ത് നിങ്ങളും അവരെ പോലെ പെരുമാറരുത്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ കഥ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. കൊച്ചുകേളു അയാളോട് ഇതെല്ലാം തനിക്ക് പറഞ്ഞു തന്നതിന് നന്ദി പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. അറിഞ്ഞ കാര്യങ്ങളെല്ലാം ഗോമതിയോട് പറഞ്ഞു. എന്നാൽ ഇത് കേട്ട ഗോമതി മറ്റൊരു സംശയം പ്രകടിപ്പിച്ചു. ഈ ശാപം ഈ ഗ്രാമവാസികളെ മാത്രമേ ബാധിക്കുള്ളൂവെങ്കിലോ? കാരണം ആ കുടുംബം ഇവിടെ സർവ്വ ഐശ്വര്യങ്ങളോടെയാണ് കഴിയുന്നത്. ഇന്ന് വരെ അവർക്ക് യാതൊരു ദോഷവും ഉണ്ടായതായി അറിവില്ലതാനും. ഈ ശാപം ആ രാജാവിൻ്റെ പക്കൽ നിന്നുമുണ്ടായ എന്തെങ്കിലും വീഴ്ച കാരണം ഈ നാടിന് വന്ന് ഭവിച്ചതാണെങ്കിലും അതുകൊണ്ടാവും ഈ ഗ്രാമവാസികൾക്ക് ആ വനദേവത ദോഷകരമായി വന്നു ഭവിക്കുന്നത്. ഗോമതി പറഞ്ഞ കാര്യങ്ങൾ തള്ളിക്കളയാനാവില്ല എന്ന് കൊച്ചുകെളുവിനും തോന്നി. അങ്ങനെയെങ്കിൽ തങ്ങളും ഈ നാട്ടുകാരല്ല. തങ്ങൾക്കും ഈ സൗഭാഗ്യങ്ങൾ നേടാവുന്നതേയുള്ളൂ. എന്നാൽ എടുത്തിയാടി ഒന്നും ചെയ്യാൻ പാടില്ല. ആയതിനാൽ തന്നെ അവർ യുക്തിപൂർവ്വം ഒരു തീരുമാനമെടുത്തു. കുറച്ചു കാലം കൂടി ആ വീട്ടുകാരെ നിരീക്ഷിക്കുക. അവരെ ഇത് ഏതെങ്കിലും തരത്തിൽ ദോഷകരമായി ബാധിക്കുന്നില്ല എങ്കിൽ ഈ ശാപം നമ്മളെയും ബാധിക്കില്ല എന്ന് അനുമാനിക്കാം. ഇതായിരുന്നു അവരുടെ പദ്ധതി. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഇരുവരും ആ കുടുംബത്തെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഗ്രാമവാസികൾ പറഞ്ഞതുപോലെ യാതൊരു ശാപവും ആ കുടുംബത്തെ ബാധിക്കുന്നതായി അവർക്ക് തോന്നിയില്ല. അതോടെ ഗോമതിയും കൊച്ചുകേളുവും ഒരു തീരുമാനത്തിലെത്തി. നമുക്കും ആ ഗ്രാമത്തിൽ പോയി വനദേവതയെ പ്രാർത്ഥിച്ച് സമ്പന്നരായി തീരാം. അങ്ങനെ ഒരു പുലർച്ചെ ഇരുവരും ആ ഗ്രാമത്തെ ലക്ഷ്യമാക്കി കിഴക്കോട്ടേക്ക് യാത്ര തിരിച്ചു.